Hello friends, Technique in Malayalam channel like video. Swagatham. In നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്മാർട്ട് ഫോണാണ്. Oppoന്റെ Reno 2 സീരീസിലെ ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. Oppo Reno 2Z. അപ്പോൾ Reno 2 സീരീസിൽ 3 സ്മാർട്ട് ഫോൺസാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. Reno 2, Reno 2Z, Reno 2F. അപ്പോൾ അതിൽ ആദ്യം തന്നെ സെയിൽ ആവുന്നതാണ് Reno 2Z. അപ്പോൾ Reno 2Zൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 29,999 ആണ് പ്രൈസിങ്. വളരെ മികച്ച ഹാർഡ്വെയറുമാണ് വരുന്നത്. ക്വാഡ് ക്യാമറാസ്, അതായത് 48 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഒരുപാടധികം ഫീച്ചേഴ്സിന് നമ്മളതെല്ലാം തന്നെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ സെപ്റ്റംബർ 6-നാണ് Oppo Reno 2Z സെയിൽ ആവുന്നത്. സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ Oppo Reno 2Z ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കാണാം ക്വാഡ് ക്യാമറാസിൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത്. പിന്നെ Oppo Reno 2ൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജും വളരെ ഒരു മികച്ചതാണ്. അപ്പോൾ Oppo Reno 2Z 2 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ലൂമിനസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. പിന്നെ സ്കൈ വൈറ്റ് എന്ന് പറഞ്ഞ വേറൊരു കളർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് Reno 2Zൻ്റെ. സൈഡ്സിൽ Oppo ബ്രാൻഡിങ് കാണാം. പിന്നെ ബാക്ക് പാനലിൽ നിങ്ങൾക്ക് കാണാം 8GB RAM ആണ് വരുന്നത്. 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് 4 ആംപിയർ, അതായത് വൂക്ക് ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വൂക്ക് ചാർജിങ് നമുക്കറിയാം, Oppoൻ്റെ ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ നമ്മൾ കണ്ടതാണ്. 20 വാട്ട് ചാർജിങ് ആണ്, അതായത് 5 വോൾട്ട് 4 ആംപിയർ 20 വാട്ട് വൂക്ക് ചാർജിങ് ആണ് വരുന്നത്. വളരെ ഫാസ്റ്റായ ഒരു ചാർജിങ് കൂടിയാണ് വൂക്ക് ചാർജിങ്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം, ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ കാണുന്നത് Oppo Reno 2Z എന്ന് പറഞ്ഞ ഒരു മാനുവലാണ്. ഇതിനകത്ത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണ് Oppoൻ്റെ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നത് Oppo Reno 2Z തന്നെയാണ്, സ്മാർട്ട് ഫോൺ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് സ്മാർട്ട് ഫോൺ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ Reno 2Zൻ്റെ പുറത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എഴുതിയത് കാണാം. 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്വാഡ് ക്യാമറാസ്, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. ഇതിനകത്ത് വരുന്നത് സോണി IMX586 സെൻസറാണ്. നമുക്കറിയാം 48 മെഗാ പിക്സൽ സെൻസർ വളരെ മികച്ച പെർഫോമൻസ് ഓറിയൻറ്റഡ് സെൻസറാണ്. അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അൾട്രാ ഡാർക്ക് മോഡ്, അത് ഒട്ടും തന്നെ ലൈറ്റ് ഇല്ലാത്ത ക്രൈറ്റീരിയയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതാണ് അൾട്രാ ഡാർക്ക് മോഡ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണിച്ചു തരാം അൾട്രാ ഡാർക്ക് മോഡിലെടുത്ത്. പിന്നെ അൾട്രാ സ്റ്റഡി വീഡിയോ, അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വെച്ച് വീഡിയോസ് വളരെ മികച്ച രീതിയിൽ എടുക്കാൻ സാധിക്കും. പിന്നെ 6.5 ഇഞ്ചസ് ഫുൾ HD AMOLED പാനറോമിക് സ്ക്രീനാണ് വരുന്നത്. കാരണം ഇതിനകത്ത് നോച്ച് ഇല്ല, പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ വൂക്ക് ചാർജിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൂക്ക് 3.0 ചാർജിങ് ആണ്, ഫ്ലാഷ് ചാർജ് ആണ്. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 8GB റാമും 256GB സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കേസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഡുവൽ സിം കാർഡ് സ്ലോട്ടും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. കാരണം കുറേ അധികം സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈവൻ ഇതിന് 256GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും മൈക്രോ SD കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് പലർക്കും. കാരണം SD കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്വാഡ് ക്യാമറാസ് കാണാം. അപ്പോൾ ഇതാണ് ക്വാഡ് ക്യാമറാസ്. വളരെ ഭംഗിയിലാണ് ക്വാഡ് ക്യാമറാസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ പ്രൊജക്ഷൻ ഇല്ല. ക്യാമറ യൂണിറ്റ് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് പറയാം. കാരണം ഇപ്പോഴും പല സ്മാർട്ട് ഫോൺസിലും ക്യാമറാസ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഡിസൈൻ ആക്ച്വലി വളരെ മികച്ച രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കാണാം ക്വാഡ് ക്യാമറാസ് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴത്ത് ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങും ഡിസൈൻ ഫോർ Reno എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് കാണാം. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും കാണാൻ നിങ്ങൾക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ കാണുന്നുണ്ടല്ലേ, അതാണ് വളരെ ഒരു മികച്ച ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വളരെ സുപ്പീരിയർ അല്ലെങ്കിൽ പ്രീമിയം ഫിനിഷാണ് ഓഫർ ചെയ്യുന്നത്. 2 സൈഡ്സിലും ഒരു ബ്ലൂയിഷ് ടിൻ്റ് കാണാം. പിന്നെ സെൻറ്ററിലും ഒരു ബ്ലൂയിഷ് ടിൻ്റ് കാണാം. ഇതെല്ലാം നമ്മൾ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കാണ് Oppo Reno 2Z പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ കീ കാണാം. പിന്നെ സിം ട്രെയിൻ കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കീസാണ് വരുന്നത്. ബോട്ടം സെക്ഷനിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കുമാണ്. പിന്നെ ടോപ്പ് പാനലിൽ വരുന്നത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അത്രയാണ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡിസൈൻ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലുക്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്, ഗ്ലാസ് ഫിനിഷാണ്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.5 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ ബോക്സിനകത്ത് വരുന്നത് USB Type-C കേബിളാണ്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിനാണ് വരുന്നത്. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഫിനിഷ്ഡ് കേസാണ് വരുന്നത്. ഓപ്പോ ബ്രാൻഡഡ് കേസാണ്, ഒരു ലെതർ പോലത്തെ ഫിനിഷാണ് വരുന്നത്. നല്ല പ്രീമിയം ലുക്സ് വരുന്ന ഒരു കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് അഡാപ്റ്ററാണ്, ഓപ്പോൻ്റെ ഫ്ലാഷ് ചാർജിങ് അഡാപ്റ്ററാണ്. 5 വോൾട്ട് 4 ആംപിയർ ചാർജ് ചെയ്യുന്ന വൂക്ക് 3.0 അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നല്ല ക്വാളിറ്റി ഇയർഫോൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇൻട്രസ്റ്റഡ് ആയവർക്ക് അല്ലെങ്കിൽ മൂവീസ് വാച്ച് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു അഡീഷണൽ ആക്സസറി ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഇയർഫോൺസ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുകൂടാണ്ട് ഒരു സിം ഇജക്ടർ പിന്നും ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഓപ്പോ റെനോ 2Z. സൂപ്പർ എമോലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സൂപ്പർ എമോലഡ് പാനൽസ് എപ്പോഴും വളരെ വൈബ്രൻറ്റും കളർഫുൾ ആയിരിക്കും. റെനോ 2Zൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അത് തന്നെയാണ്, വളരെ ഒരു മികച്ച പാനലാണ് എമോലഡ് പാനൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, എക്സലൻറ്റ് വ്യൂയിങ് ആംഗിൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. പിന്നെ അതുകൂടാണ്ട് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രാച്ചസോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. പിന്നെ കളർ റിപ്രൊഡക്ഷനും നല്ലതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മികച്ച പാനലാണ് ഓപ്പോ റെനോ സീലിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. ഇതിനകത്ത് വരുന്നത് കളർ OS ആണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോൻ്റെ സ്മാർട്ട് ഫോൺ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ OSനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം കളർ OSൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് UI ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് കളർ OS വന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ക്യൂക്ക് ടോഗിൾസ് എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ടോഗിൾസ് എല്ലാം വളരെ ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഓപ്പോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ടോഗിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പ് ടോഗിൾസ് ആണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലോൺ ആപ്സ്, ഗെയിം സ്പേസ്, ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീന്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്മാർട്ട് സർവീസസ്, കൺവീനിയൻസ് ആൻഡ് എയ്ഡിൽ, പിന്നെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ചെയ്യാം. പിന്നെ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും വെച്ച് നമുക്ക് ആപ്സ് പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ് പിന്നെ ഓപ്പോ റെനോ 2Zയിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഞാൻ നമുക്ക് ജസ്റ്റ് ഡെമോ കാണിക്കാം. നല്ല ഫാസ്റ്റ് പെർഫോമൻസ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ തരുന്നത്. അപ്പോൾ എമോലഡ് പാനൽസിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എമോലഡ് പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയാവുന്നത്. ഇതിനകത്ത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 4 ക്യാമറാസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 48 മെഗാ പിക്സൽ സോണി IMX 586 സെൻസറാണ്. f/stop 1.7 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. f/stop 2.2 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ തേർഡ് 2 മെഗാ പിക്സൽ മോണോ ലെൻസും പിന്നെ ഒരു ഫോർത്ത് 2 മെഗാ പിക്സൽ പോർട്രേറ്റ് ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് 4 ക്യാമറാസ് ഓപ്പോ റെനോ 2Zയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഓപ്പോ സ്മാർട്ട് ഫോൺസിലും കാണുന്ന പോലെ തന്നെയാണ് ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം ഫീച്ചർ റിച്ച് ആയ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് എല്ലാ ഓപ്ഷൻസും കാണാം. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഓപ്ഷൻസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. AI റെക്കഗ്നീഷൻ ഇൻക്ലൂഡഡ് ആണ്. വാട്ടർ മാർക്കിംഗ് ഉണ്ട്. വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ 1080p റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1360 FPS സപ്പോർട്ടഡ് ആണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് സ്ലോ മോഷൻ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് മോഡ്, എക്സ്പേർട്ട് മോഡ്, ടൈം ലാപ്സ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് മുകളിൽ നിന്ന് ടോഗിൾ ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഫാസ്റ്റ് ഇൻ്റർഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോ റെനോ 2Z എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡേ ലൈറ്റ് ഷോട്ട്സും പോർട്രേറ്റ് ഷോട്ട്സും സെൽഫി ക്യാമറയും പിന്നെ നൈറ്റ് ഷോട്ട്സ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അൾട്രാ ഡാർക്ക് മോഡിലെടുത്ത ഫോട്ടോസും നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 48 മെഗാ പിക്സൽ ക്യാമറയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു സെൻസറാണ്. ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ വന്നൊരു സെൻസറാണ്. അപ്പോൾ അതിൽ ഓപ്പോ ചെയ്തിരിക്കുന്നത് വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കാരണം സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ സാമ്പിൾസ് വളരെ നാച്ചുറലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓവർ സാച്ചുറേഷനോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഓപ്പോ റെനോ 2Zയിൽ കാണാൻ സാധിച്ചില്ല. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസും വളരെ മികച്ചതാണ്. ഇതാണ് ഓപ്പോ റെനോ 2Z എടുത്ത ക്യാമറ സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് 1080p റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഫുൾ HD 30 FPS റെക്കോർഡ് ചെയ്ത സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജാണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജാണ് ഓപ്പോ റെനോ 2Z പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്ലാരിറ്റിയും തരുന്ന ഒരു ക്യാമറയാണ് ഓപ്പോ റെനോ 2Z.
അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഓപ്പോ റെനോ 2ൻ്റെ പോർട്രേറ്റ് ബൊക്കെ വീഡിയോയിൽ ഉള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ നടക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർഡ് ആയിട്ടൊരു എഫക്റ്റ് വരികയാണ്. അപ്പോൾ ഇതാണ് പോർട്രേറ്റ് ബൊക്കെ ഓപ്ഷൻ വീഡിയോയിൽ. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ നല്ല രീതിയിലാണ് ഓപ്പോ റെനോ 2Cയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പോ റെനോ 2Cയിൽ വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. വൂക്ക് ഫ്ലാഷ് ചാർജിങ്, അതായത് വൂക്ക് 3.0 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. 4000 mAh എന്ന് പറഞ്ഞാൽ നല്ലൊരു കപ്പാസിറ്റിയാണ്. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ആയിട്ട് 4000 മാറിയിരിക്കുന്നു. അപ്പോൾ 4000 mAh നമുക്ക് തീർച്ചയായും ഒരു ദിവസത്തിലേറെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാണ്ട് തന്നെ ചാർജിങ്ങും വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും സാധിക്കും. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ ഓപ്പോ റെനോ 2Cൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്കൊന്നും കൂടെ സമ്മറൈസ് ചെയ്യാം മികച്ച ഫീച്ചേഴ്സ്. ഫസ്റ്റ് തിങ്, ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. വളരെ ഒരു മികച്ച സുപ്പീരിയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും വളരെ നല്ലതാണ്. പ്രീമിയം ലുക്സ് ആണ് തരുന്നത്. ഗ്ലാസ് ഫിനിഷാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പാനലിൽ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ കൂടി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഒരു മികച്ച ഡിസൈനാണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ AMOLED പാനലാണ്. 6.5 ഇഞ്ചസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി തരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. പോപ്പപ്പ് സെൽഫി ക്യാമറ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോപ്പപ്പ് സെൽഫി ക്യാമറ ഒന്ന് കാണിക്കാം. പോപ്പപ്പ് സെൽഫി ക്യാമറേൻ്റെ ലൈറ്റും ഉണ്ട് ആക്ച്വലി ക്യാമറയിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നല്ല ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ ഓപ്പോ റെനോ 2Cൻ്റെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു മികച്ച ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ക്വാഡ് ക്യാമറാസ് ആണ്. 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറസ്, അൾട്രാ ഡാർക്ക് മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്യാമറയാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം സ്മാർട്ട് ഫോണാണ് ഓപ്പോ റെനോ 2C. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് നല്ലതാണ്. പിന്നെ മീഡിയടെക് ഹീലിയോ P90 ഒക്ടകോ പ്രോസസ്സറാണ് വരുന്നത്. 8 GB ഓഫ് റാമും 256 GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ മൈക്രോ SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ ഓപ്പോൻ്റെ കളർ OS ആണ് 9.0 ആൻഡ്രോയിഡ് വേർഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഓപ്പോ റെനോ 2Cയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ റെനോ 2Cൻ്റെ അൺബോക്സിങ്ങും ബെസ്റ്റ് ഫീച്ചേഴ്സും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ 6 ഓപ്പോ റെനോ 2C സെയിലാവുന്നത്. കേരളത്തെ എല്ലാ ഷോപ്പിലും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഓപ്പോൻ്റെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോ റെനോ C ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു റെനോ 2Cൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.